നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. പിണറായി സർക്കാർ കേരള ടൂറിസത്തെ പരിപോഷിപ്പിക്കാനുള്ള പദ്ധതികൾ കിണഞ്ഞ് ആലോചിക്കുമ്പോൾ അത്തരം ചെയ്തികളെ എങ്ങനെ തുരങ്കം വയ്ക്കുന്ന പ്രവർത്തനങ്ങളാണ് സ്വന്തം തട്ടകത്തിൽ തന്നെ നടക്കുന്നത്. മനസ്സിലായില്ലെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ തീർത്ഥാടന ടൂറിസത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് മന്ത്രി GR അനിൽ. തീർത്ഥാടന ടൂറിസത്തിനെതിരെ മന്ത്രി GR അനിൽ പറയുന്നത് വേറൊന്നുമല്ല, 10-15 ദിവസം തീർത്ഥാടനത്തിന് പോകുന്ന പലരും മടങ്ങിയെത്തുന്നത് പുതിയ മനസ്സുമായാണെന്ന്. ഇത് സമൂഹത്തിന് വരുത്തുന്നത് വലിയ പ്രത്യാഘാതമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. എങ്ങനെ ടൂറിസത്തിൽ നിന്നും 10 പുത്തനുണ്ടാക്കാമെന്ന ചിന്തയിലിരിക്കുമ്പോഴാണ് ഇമ്മാതിരി ഉടക്ക് വർത്താനവുമായി വരുന്നത്. ഒരറ്റത്തിന് കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊണ്ടുവരുമ്പോഴാണ് ഇപ്പോൾ അതാ മന്ത്രിക്ക് തീർത്ഥാടന ടൂറിസം പിടിക്കുന്നില്ലത്രേ. ടൂറിസം മേഖലയിൽ കേരളത്തിൻ്റെ വളർച്ച ലോക ശരാശരിക്ക് മുകളിലാണെന്നാണ് ടൂറിസം രംഗത്ത് കേരളം മത്സരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളോടല്ലെന്നും ലോക രാജ്യങ്ങളോടുമാണെന്നാണ് മന്ത്രി റിയാസ് പറയുന്നത്. കോവിഡിന് ശേഷമുള്ള ഓരോ വർഷവും കേരള ടൂറിസം ക്രമാനുഗതമായ വളർച്ചയാണ് രേഖപ്പെടുത്തുന്നത്. ലോകത്തെ പല പ്രധാന ടൂറിസം വിപണികൾക്കും സ്ഥിരമായ മികവ് പ്രകടിപ്പിക്കാനാകാതെ പോകുമ്പോഴും നൂതനമായ പദ്ധതികളിലൂടെയും ഉൽപ്പന്നങ്ങളിലൂടെയും കേരളത്തിന് തുടർച്ചയായി ശരാശരിക്ക് മുകളിൽ വളർച്ച രേഖപ്പെടുത്താൻ സാധിക്കുന്നു എന്നും കേരളത്തിലേക്ക് എത്തുന്ന ആഭ്യന്തര വിദേശ സഞ്ചാരികളുടെ വർധനവ് ഇത് പ്രകടമാണ് എന്നാണ് റിയാസ് വ്യക്തമാക്കുന്നത്. എന്നാൽ കേരളത്തിൽ നടക്കുന്ന ഉത്സവ പരിപാടികൾ യാത്രികർക്ക് പെട്ടെന്ന് കണ്ടെത്തുന്നതിനായിട്ട് ടൂറിസം വകുപ്പ് ഡിജിറ്റൽ ഇവന്റ് കലണ്ടർ പുറത്തിറക്കിയത് ഈ അടുത്താണ്. ലോകത്തെവിടെയുമുള്ള സഞ്ചാരികൾക്കും കേരളത്തിലെ ഒരു ഉത്സവം എപ്പോഴാണ് നടക്കുന്നതെന്നും എവിടെയാണെന്നും കണ്ടെത്തി ആ സമയത്ത് ഇവിടെ എത്തിച്ചേരാനുള്ള സൗകര്യം ഇതിലൂടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ജാതി മതസ്ഥരും ഒത്തുചേരുന്ന നിരവധി ഉത്സവങ്ങളും കലണ്ടറിൽ ഉൾപ്പെടുത്തിയിരുന്നു. പ്രശസ്ത ക്ഷേത്രോത്സവങ്ങൾ, പള്ളിപ്പെരുന്നാളുകൾ, ഉറൂസ്, നേർച്ച തുടങ്ങി നടക്കുന്ന സ്ഥലങ്ങളെല്ലാം തീയതിയും പ്രധാന ആചാരങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയുള്ള ലഘുവിവരണമാണ് കലണ്ടറിന്റെ പ്രത്യേകതയായിരുന്നു. വിനോദസഞ്ചാര വകുപ്പും സർക്കാരും നേതൃത്വം നൽകുന്ന മറ്റ് ആഘോഷ പരിപാടികൾക്കും കലണ്ടറിലുണ്ട്. ഇങ്ങനെയെല്ലാം LDF സർക്കാർ ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഹമ്മദ് റിയാസ് അടക്കം തീർത്ഥാടന ടൂറിസത്തിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള നീക്കം നടക്കുമ്പോഴാണ് മന്ത്രിസഭയിൽ നിന്ന് തന്നെ ഭിന്നസ്വരം ഉയരുന്നത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ തിരുവനന്തപുരം ജില്ലാ വാർഷികത്തോടനുബന്ധിച്ച് നെടുമങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിലായിരുന്നു തീർത്ഥാടനം ആപത്താണെന്ന തരത്തിൽ മന്ത്രി GR അനിലിന്റെ വിവാദ പരാമർശം നടന്നത്. തീർത്ഥാടനത്തിന് പോകുന്നത് സമൂഹത്തെ പിന്നോട്ട് നടത്തുന്നതിന് തുല്യമെന്നാണ് മന്ത്രിയുടെ അഭിപ്രായം. ശാസ്ത്രബോധവും ചരിത്രബോധവും വളർത്തി മെച്ചപ്പെട്ട ലോകം സൃഷ്ടിക്കേണ്ടതിനു പകരം ഇത്തരം ദിവസങ്ങൾ നീണ്ട തീർത്ഥാടനം ടൂറിസം നടത്തുന്നത് മനുഷ്യരെ പിന്നോട്ട് നടത്തിക്കുമെന്നാണ് മന്ത്രിയുടെ കണ്ടുപിടുത്തൽ. എന്തായാലും ഈ രണ്ട് മന്ത്രിമാരും തമ്മിൽ ടൂറിസം എങ്ങനെ കൊണ്ടുപോകുമെന്ന് വരും ദിവസങ്ങൾ കാണാം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക, അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.